ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാൻ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നുണ്ടോ. സത്യത്തിൽ നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ മരമണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളാണ് ട്രംപ്, അല്ലെ? ചെന്നിമൂത്ത കിളവൻ. ആ ചെന്നിമൂത്ത കിളവന് അതുപോലെ തന്നെ അവസരം താങ്ങി നടക്കുന്ന മറ്റൊരു ഊളയാണ് നമ്മുടെ നെതന്യാഹു എന്ന് എല്ലാവർക്കും വരാം. ഒരു പട്ടം കണ്ടു കഴിഞ്ഞാൽ, ഗാസയിൽ ഒരു കൊച്ചു പട്ടം പറത്തി കഴിഞ്ഞാൽ അത് ഡ്രോൺ ആണെന്ന് പേടിച്ചിട്ട് തൻ്റെ കയ്യിലുള്ള F-35 വിട്ടിട്ട് ആ പിള്ളേരെ ബോംബിട്ട് കൊല്ലണം എന്ന് ചിന്തിക്കുന്ന ഒരു മരവാണമാണ് ഈ പറഞ്ഞ നെതന്യാഹു എന്ന് ഇന്ന് രാവിലത്തെ ന്യൂസിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ തന്നെ വീഡിയോ ഇട്ടു, അതിനുശേഷം കുറേ ന്യൂസ് അത് പുറത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും പേടിത്തൂറിയായിട്ട് ജീവിക്കുന്ന, അതല്ലെങ്കിൽ മുസ്ലിം വിരോധം കാരണം ഈ പിള്ളേരെ കൊല്ലണം, പിന്നെ ചെറിയ മൊസാദിനെ വെച്ചിട്ട് ഈ ചെറിയ പെൺപിള്ളേരെ, അത് 10, 12, 13 വയസ്സുള്ള കുട്ടികളെ കൂട്ടിക്കൊടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വാണമാണ് ഈ പറഞ്ഞ രണ്ട് കൂട്ടരും. അതായത് ട്രംപ് ആണെങ്കിലും നെതന്യാഹു ആണെങ്കിലും രണ്ടും ഒത്തു പോകുന്നൊരു ടീമാണ്. അപ്പം ഈ ടർക്കിയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം സിറിയയിലെ ഗോലാൻ കുന്നുകളാണ് ഇസ്രായേൽ അവരുടെ അതിർത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഒരു അൾട്ടിമേറ്റ് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് അവരുടെ വിശാല ഇസ്രായേൽ, അതല്ലെങ്കിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്. അതൊരു ലോങ് ടേം വിഷൻ, അൾട്ടിമേറ്റ് വിഷനാണ് അവരുടെ. അതിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യും. ഇസ്ലാമിക് രാജ്യങ്ങളെ തമ്മിലടുപ്പിക്കും. എന്നിട്ട് ഈ പറഞ്ഞ ഈജിപ്തിൽ നിന്നും ജോർദാനിന്നും ലെബനോനിന്നും ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്തിട്ട് ഞങ്ങളാണ് ലോകത്ത് ജീവിക്കാൻ അധികാരമുള്ള ഒരേ ഒരു ചെറ്റകൾ എന്ന് ആ ഒരു ചെറ്റത്തരം കാണിക്കാൻ വേണ്ടി അത് ഏറ്റവും വരെ അവർ പോകും. ഈ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തതും ഗസ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതും ഈ പലസ്തീൻ തന്നെ ഇല്ലാണ്ടാക്കുന്നതും, അടുത്തത് ഇപ്പോൾ ടർക്കിയായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ടർക്കിയുടെ ഭാഗങ്ങൾ ഇവരുടെ ഈ പറഞ്ഞ ഗ്രേറ്റർ ഇസ്രായേലിൽ വരുന്നില്ല എങ്കിലും ടർക്കി ഈ ഇറാൻ എങ്ങനെയാണോ ഇപ്പം ഈ ഒരു മുസ്ലിം രാജ്യങ്ങളെ പിടിച്ചു നിർത്താൻ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യയിലെ ശക്തിയാകുന്നത്, അതല്ലെങ്കിൽ നെക്സ്റ്റ് ആ ഒരു ശക്തിയിലോട്ട് വരാൻ ചാൻസ് ഉള്ള രാജ്യമാണ് ടർക്കി. അതുള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഇറാനുമായിട്ട് യുദ്ധം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, അമേരിക്ക അല്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. അടുത്ത മാസം നമുക്ക് നെതന്യാഹുവിന് ഏറ്റവും വലിയ അഗ്നി പരീക്ഷ വരാൻ പോവാണ്, അവിടുത്തെ ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ സമയത്ത് അടുത്തൊരു യുദ്ധം കൂടെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ പെട്ടെന്ന് മാറ്റും. ഒരു യുദ്ധ സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ കൊണ്ടുവരാനും ഒരു പ്രസിഡന്റിനെ മാറ്റാനും ആൾക്കാർ നിൽക്കില്ല. അതുകൊണ്ട് അടുത്ത യുദ്ധം നമുക്ക് അവിടെ തുറന്നു വെക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മൂവ്മെന്റിലോട്ട് ഇപ്പം ഇസ്രായേൽ കടന്നിട്ടുള്ളത്. പിന്നെ ഇസ്രായേലും ഈ പറഞ്ഞ ടർക്കിയും തമ്മിലുള്ള പ്രശ്നം ഇന്നലെയും തുടങ്ങിയല്ലോ. ഒരുപാട് കാലങ്ങളായിട്ട് അവർ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമുക്കത് പറയാം. അതിൻ്റെ മുമ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ടർക്കിയിലുള്ള അവിടുത്തെ എയർബേസ് ആയിട്ടുള്ള അബു അൽ ദുഹൂറിലോട്ടാണ് ഈ ഇസ്രായേൽ കൊണ്ട് ബോംബിട്ട് എയർ സ്ട്രൈക്ക് നടത്തിയിട്ട് എൻ്റെ ട്രംപെണ്ണ ഞങ്ങൾ അങ്ങോട്ട് എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് കേട്ടോ. എന്തിനാപ്പോൾ നിങ്ങൾ സിറിയയിലോട്ട് എയർ സ്ട്രൈക്ക് നടത്തിയത്? കാരണം സിറിയയിൽ പല മിലീഷ്യകളും പല ഭാഗങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് സ്വയം പ്രഖ്യാപിതമായിട്ട് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവിടെ ഒരു താൽക്കാലിക ഭരണകൂടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാ അവിടെ പോയിട്ട് ഈ ബോംബാക്രമണം നടത്തിയതെന്ന് അമേരിക്ക ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അവിടെ തുർക്കി ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ബേസിലോട്ട്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കയറി അടിച്ചിട്ടുണ്ട് എന്ന് നെതന്യാഹു ഈ പറഞ്ഞ ട്രംപിനോട്. ഇത് കേട്ടോടെ ട്രംപ്, എൻ്റെ പൊന്നെ, ഞങ്ങൾ ഓൾറെഡി ഒരു നിലക്കാണ് ഈ പറഞ്ഞ ഇറാനുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഈ സിറിയയിലെ ഭരണകൂടമാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചാടുക തുള്ളുക അതൊക്കെയാണ് അവന്മാരുടെ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് നീ അവിടെ കൊണ്ട് എന്തിനാണ് ബോംബ് ഇട്ടത് എന്നാണ് അമേരിക്ക ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അമേരിക്ക ബോംബ് എന്തിനാണ് ഇട്ടത് ചോദിച്ചപ്പം അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ, അതായത് ഞങ്ങളുടെ ഭരണം, ഞങ്ങളുടെ നെതന്യാഹു അണ്ണനെ എപ്പം എവിടെ കണ്ടു കഴിഞ്ഞാലും പിടിക്കണം എന്നുള്ള അറസ്റ്റ് വാറണ്ട് വരെ ഈ ഇന്റർനാഷണൽ കോർട്ട് ത്രൂ അവന്മാർ മൂവ് ചെയ്യുന്നുണ്ട്. ഇന്റർപോൾ വരെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും പിടിച്ചു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ ഒരു വിലയും കൊടുക്കാത്ത ആളാണ്. അമേരിക്ക അല്ലാണ്ട് വേറെ ഏത് രാജ്യത്ത് പോയാലും പട്ടിയുടെ വില കൊടുക്കുന്ന സ്ഥാനത്തുള്ള ആളാണ് ഈ പറഞ്ഞത് നെതന്യാഹു. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മുടെ അണ്ണൻ ഇങ്ങനെ ചാടി നടക്കും. കാരണം അണ്ണൻ്റെ അപ്പനാണ്, അണ്ണൻ്റെയും ഈ സംഖ്യകളുടെ അപ്പനാണ് ഈ പറഞ്ഞ നെതന്യാഹു. അതുകൊണ്ട് അണ്ണൻ്റെ അപ്പനായതുകൊണ്ട് ഇന്ത്യയിലൊക്കെ വില കിട്ടും. വേറെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും, ഈവൻ ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിലെ ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞാൽ പോലും മംതാനിയുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ചൊണ്ണക്കടി കിട്ടും എന്ന് ഉള്ളൊരവസ്ഥയിലുള്ള ആളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ടർക്കി എനിക്കെതിരെ അറസ്റ്റ് വാറണ്ടൊക്കെ പുറപ്പെടുവിച്ച് നിൽക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് നോക്കി നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കയറി അടിച്ചു എന്നാണ് നെതന്യാഹു ട്രംപിന് കൊടുത്തിട്ടുള്ള വിശദീകരണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു വഴിയുണ്ട്. അതായത് ഒരു ക്രൊണോളജി പറയുകയാണെങ്കിൽ ഈ ആക്രമണം നടന്ന് അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് സംസാരിച്ചു പോകും. ഞാൻ ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ പോലെ ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കത് സംസാരിക്കാം. അതായത് ഈ ഒരു ആക്രമണത്തിൽ, ഈ സിറിയയിലോട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വാദം ഇങ്ങനെയാണ്. അതായത് സിറിയയിലെ അബു അൽ ദുഹൂർ എയർബേസിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിക്കാൻ തുർക്കി പദ്ധതി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ആദ്യം പോയി അങ്ങോട്ട് ആക്രമണം നടത്തി എന്നാണ് ഇസ്രായേൽ US അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ടർക്കി പറഞ്ഞിട്ടുള്ളത്,
ഇവിടെ ഒരു തരത്തിലുള്ള സൈനിക സാന്നിധ്യം ഉറപ്പാക്കാനോ അല്ലെങ്കിൽ സിറിയയിലേക്ക് ഞങ്ങൾ എന്താ പറയുക സിറിയ ഞങ്ങളുടെ ഭാഗമാക്കി മാറ്റാനൊന്നും ഞങ്ങൾ യാതൊരു പദ്ധതി ഇട്ടിട്ടില്ല. ഞങ്ങൾ അതായത് സിറിയ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ പറഞ്ഞ ടർക്കി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് ആക്രമണത്തിന് മുമ്പ് US-ന്റെ ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ ഞങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഇസ്രായേലി കേറ്റ്സ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് US പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ഒരു അനാവശ്യ തർക്കം, എന്തിനാണ് നീ അവിടെ കൊണ്ടുണ്ടാക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിൽ ചെയ്ത് ഈ ഒരു യുദ്ധത്തിന് തല ഉയരാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ സിറിയയിലേക്കുള്ള US-ന്റെ പ്രത്യേക പ്രതിനിധി സംഘമായിട്ടുള്ള ടോം ബാരക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ആക്രമണം മേഖലയിലെ ഒരു സുസ്ഥിരത തകർക്കുന്നുണ്ട്, എന്തിനാണ് ഈ പറഞ്ഞ പരിപാടിക്ക് പോണതെന്ന് ഈ പറഞ്ഞ ടോം ബാരക്ക് ചോദിച്ചു. അപ്പം ഈ വരുന്ന ഇസ്രായേലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് തുർക്കിയെ സൈനിക പ്രതികരണത്തിലിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മനഃപൂർവ്വം വലിച്ചിടാനാണ് നോക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ ടർക്കി ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ടോം ബാരക്ക്, അതായത് ഈ അമേരിക്കയുടെ പ്രതിനിധിയാണ് ടർക്കിയിലെ പ്രതിനിധി, പറഞ്ഞിട്ടുള്ളത് ഈ ഗോലാൻ കുന്നുകളുണ്ടല്ലോ അത് ഇസ്രായേൽ പിടിച്ചടക്കിയത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അതായത് കണ്ടവന്റെ സ്ഥലം എടുത്തു വെച്ചു, അതായത് അങ്ങോട്ട് അധിനിവേശം നടത്തിയിട്ട് നിന്നാണ് അമേരിക്കൻ പ്രതിനിധി തന്നെ ഇസ്രായേലിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടെ കേട്ടപ്പം നെതന്യാഹുവിന് ഭ്രാന്ത് പിടിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നെതന്യാഹു എൻ്റെ കലിപ്പ് തീർക്കുക, എൻ്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ള രീതിയിൽ ടർക്കിയിൽ കൊണ്ടിട്ട് സിറിയയിൽ കൊണ്ടിട്ട് ഈ ഒരു ബോംബിംഗ് അവിടെ ചെയ്തു. ഇതോടുകൂടി എന്താണ്ടായിട്ടുള്ളത്, ടർക്കി കൂടുതൽ, അതായത് ഇങ്ങനെയാണെങ്കിൽ അപ്പം നമുക്ക് ഞങ്ങൾ തമ്മിൽ പരസ്പരം അതിർത്തി പങ്കിടുന്നൊന്നുമില്ലെങ്കിലും സിറിയക്ക് വേണ്ടിയിട്ട് കൂടുതൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും മറ്റ് ടാങ്കുകളൊക്കെ ടർക്കി സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇനി എങ്ങാനും ഇമ്മാനി പരിപാടി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് യുദ്ധം ചെയ്യും എന്നുള്ള രീതിയിൽ ടർക്കി ഈ ഒരു യുദ്ധത്തിലോട്ട് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭാഗമാകും എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ഇപ്പം ഈ സിറ്റുവേഷൻ എത്തിച്ചു എന്നുള്ളതാണ് പ്രസന്റ് ആയിട്ടുള്ള നമുക്ക് പറയാനുള്ള കാര്യം. നെതന്യാഹും എർദോഗാനും കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര തമ്മിൽ അടിയുണ്ട്. ഈ എർദോഗാൻ എപ്പോഴും പല തോണികളിൽ കാല് ഇട്ട് നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു വീക്ഷണമുള്ള ഒരാളൊന്നുമല്ല എർദോഗാൻ. ഈ മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറബ് നാറ്റോനൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ പാകിസ്ഥാനും അല്ലെങ്കിൽ സൗദിയും ഈ പറഞ്ഞവരും കൂടെ ഒരു മക്ക പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും തോന്നിയ പോലെ മാറുന്ന ഒരു ടൈപ്പാണ് എർദോഗാൻ. പക്ഷേ ഇസ്രായേലുമായിട്ട് എപ്പോഴും ഒരു പ്രശ്നം ഇവർക്ക് തമ്മിൽ എപ്പോഴും ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ സിറിയയുടെ പ്രശ്നങ്ങൾ അതിലുണ്ട്, മറ്റു ചില കാരണങ്ങളുണ്ട്. കാരണം എർദോഗാനും ടർക്കിയും ഹമാസിനെ ഒരിക്കലും ഒരു ഭീകര സംഘടനയായിട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഹമാസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഹമാസ് പലസ്തീന് വേണ്ടിയിട്ട് പൊരുതുന്ന ആളുകളാണെന്നാണ് ടർക്കി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇത് കേട്ടപ്പോൾ തന്നെ ടർക്കി എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യം ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു സാഹചര്യത്തിന് മുമ്പ് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഗസയിലോട്ട് ഫ്ലോട്ടില പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പല സ്ഥലങ്ങളിൽ നിന്ന് ഗ്രേറ്റ് തുമ്പറക്കും ബാക്കി ഈ ഫ്ലോട്ടില ഇങ്ങോട്ട് വന്നു. അതിനെ തടഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നെതന്യാഹുവിനെതിരെ ഇന്റർപോളിന്റെ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് പുറപ്പെടുവിക്കാൻ ടർക്കി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് മറുപടിയായിട്ടാണ് എർദോഗാനെ ഈ യഹൂദ വിരോധി, അതല്ലെങ്കിൽ സെമറ്റിക് മതങ്ങളുടെ വിരോധിയാണ് എർദോഗാൻ എന്നും പറഞ്ഞിട്ടാണ് അവിടെ കിടന്ന് നെതന്യാഹു ചാടി കളിക്കുന്നത്. അതായത് അങ്ങനെ ഒരു ചിത്രീകരിച്ച് ഈ പറഞ്ഞ ടർക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ എർദോഗാൻ അങ്ങനെ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു സെമറ്റിക് മതങ്ങളുടെ എതിരാളി അല്ലെങ്കിൽ ജൂതന്മാരുടെ എതിരാളി എന്നുള്ള രീതിയിൽ എർദോഗാനെ വെക്കുന്നതാണ്. അതല്ലാണ്ട് സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ കാണിക്കുന്ന കാര്യങ്ങളാണെന്നാണ് എർദോഗാൻ, അതായത് ടർക്കിയുടെ ഭാഗത്തുനിന്ന് ഈ ഇസ്രായേലിനെ പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സിറിയക്ക് അവർക്ക് പരമാധികാരം കൊടുത്തു എന്ന് പറഞ്ഞെങ്കിലും അവർക്ക് ഒരു പരമാധികാരം സ്വന്തം രാജ്യത്തില്ല. അതായത് എങ്ങനെയെങ്കിലുമൊക്കെ ആ രാജ്യത്തിന് ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ ആ രാജ്യം ഒരിക്കലും ഒരു പരമാധികാര ഭരണത്തിലോട്ട് വരാണ്ടിരിക്കണം എന്നാണ് ഇസ്രായേൽ എപ്പോഴും ട്രൈ ചെയ്യുന്നത്. കാരണം ഇസ്രായേലിൽ എപ്പോഴും അവരുടെ നിയറസ്റ്റ് കൺട്രികൾ തമ്മിലടിക്കുക, അവരുടെ കുറേ മിലീഷ്യകൾ ഉണ്ടാവുക, കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവുക, സായുധ ഗ്രൂപ്പുകൾ ഉണ്ട്, അവർ തമ്മിലടിക്കുക. എന്നിട്ട് ആ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ബോംബിടുക, ഞങ്ങൾ എന്തിനാ സ്ഥലം ഇങ്ങനെ പിടിച്ചെടുത്ത് ഞങ്ങളിങ്ങനെ ഈ മറ്റേ തൊരപ്പം കോരുന്ന പോലെ കോരിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഞങ്ങളുടെ വിശാല ഇസ്രായേലിന്റെ ഭാഗങ്ങൾ ഉണ്ടാക്കുക. ഇത് മാത്രമാണ് ഇസ്രായേലിന്റെ ചിന്താഗതി. പക്ഷേ ടർക്കി ഇവിടെ ആലോചിക്കുന്ന മറ്റൊരു രീതിയിലാണ്. അവർക്കൊരു ഇൻഡിപെൻഡന്റ് സഖ്യം വേണം, ഒരു ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ് അവിടെ വേണം. സിറിയയിൽ ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ് അവിടെ ഉണ്ടായിട്ട് ഒരു രാജ്യമായിട്ട് അവിടെ മാറണം, അങ്ങനെ പോകണം എന്നാണ് ടർക്കി വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുമ്പോൾ ഇപ്പം നിയറസ്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത് എന്താണ്, ഈ മക്ക പാക്റ്റിലോട്ട് ഓൾറെഡി 3 രാജ്യങ്ങൾ വന്നു. ഇനി ഈജിപ്ത് അതിലോട്ട് വരാൻ പോകുന്നുണ്ട്. ഓൾറെഡി പാകിസ്ഥാനി മീഡിയകൾ പറയുന്നത് എന്താണ്, അടുത്തത് ഇറാൻ ഓൾറെഡി ഒരു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇറാനും കൂടെ അതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പശ്ചിമേഷ്യയിൽ ഒരു വലിയ ശക്തിയായിട്ട് മാറും. കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ അണുവായുധമുണ്ട്, ബെസ്റ്റ് ആർമി ഉണ്ട്. ഇന്ത്യയുടെ അത്ര വരില്ലെങ്കിലും ഒരു ബെസ്റ്റ് ആർമി അവർക്കുണ്ട്. അതിൻ്റെ കൂടെ ടർക്കിയുടെ ഇൻ്റലിജൻസും ടർക്കിയുടെ ഏറ്റവും ബെസ്റ്റ് ഡ്രോണുകളും, അവർ ഒരുപാട് വെടിക്കോപ്പുകൾ ഉണ്ടാക്കാൻ പറ്റിയ ടീമാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരതിൻ്റെ കൂടെ കൂടും. പിന്നെ സൗദി കൂടും. പൈസ കൊണ്ട് ഇഷ്ടം പോലെ പൈസ എണ്ണി സൗദിയുടെ കയ്യിലുണ്ട്. ഇനി ഈജിപ്ത് അതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല രാജ്യങ്ങളും, ഈ പറഞ്ഞ ഗസ, ഇസ്രായേൽ, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ഭൂപ്രദേശം ഈജിപ്തിന് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇറാൻ അതിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ സംവിധാനങ്ങളുള്ള, ലോകത്തിൻ്റെ എവിടെ കൊണ്ട് മിസൈൽ ഇടാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ 10,000 മിസൈലുകളും ഡ്രോണുകളും സ്റ്റോക്കുള്ള ഇറാൻ അതിൻ്റെ ഭാഗമാകുക, മറ്റ് അറബ് രാജ്യങ്ങൾ അതിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ വരും.
ഇതിൻ്റെ ഒക്കെ ഇടയിൽ പെട്ടിരിക്കുന്നത് മറ്റേ കൊരങ്ങൻ്റെ വാല് ആപ്പ് കുടുങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുന്ന അമേരിക്ക. കാരണം അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ. അമേരിക്കയ്ക്ക് സൗദിനെ പടക്കാൻ പറ്റില്ല, പാകിസ്ഥാനെ പടക്കാൻ പറ്റില്ല, ടർക്കിനെ പടക്കാൻ പറ്റില്ല. എന്താ ടർക്കി നാറ്റോയുടെ ഭാഗമാണ്. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമേരിക്ക എല്ലാത്തിലും പെട്ട് എന്ത് ചെയ്യണം എന്ന് പറയാത്ത അവസ്ഥയിൽ അമേരിക്കയും ട്രംപും ആപ്പിൽ വിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇസ്രായേലാണെങ്കിൽ ഞങ്ങൾ മാത്രം ലോകത്ത് മതി, ബാക്കിയുള്ള എല്ലാവരും ഞങ്ങൾ അടിക്കണം എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വല്ലാത്തൊരു കൊടുമ്പിരിയിലാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയുടെ ഒരു ജിയോ പൊളിറ്റിക്സ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. എത്ര പേർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. ഇവിടെ അങ്ങോട്ട് ഭയങ്കര സങ്കീർണമായിട്ടുള്ള പല തീരുമാനങ്ങളും പല ഉച്ചകോടികളും പല നാറ്റോകളും ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓൾറെഡി അസീം മുനീർ ഇപ്പോൾ ഇറാനിൽ എത്തിയിട്ടുണ്ട്. അത് അസീം മുനീർ ഇറാനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കൺഫേം ചെയ്തു അത് അമേരിക്കയുടെ ദൂതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇറാൻ ഒന്ന് വന്നാൽ ഞങ്ങൾക്ക് അമേരിക്കയോട് മാപ്പ് പറയണമെന്ന് ഇറാൻ വിളിച്ചിട്ടല്ല. അസീം മുനീർ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ദൂതുമായിട്ട് പോയിട്ടുള്ളത്. അത് ഇന്നിപ്പോൾ രാത്രി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എവിടെ എത്തും നാളെയായിട്ടുള്ള അമേരിക്ക ഇറാൻ പ്രശ്നങ്ങൾ എന്ന് പറയാം. അമേരിക്ക ഇറാൻ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ പെടും. അപ്പോൾ പിന്നെ ഇസ്രായേൽ അടുത്ത അടി അടിക്കാൻ വേണ്ടി ടർക്കിനെ അല്ലെങ്കിൽ സിറിയനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഏത് രീതിയിലാണ് ഇറാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ മക്ക പാക്ട് ഏത് രീതിയിൽ പുതിയ സഖ്യകക്ഷികളായിട്ട് രൂപീകരിക്കും ഒക്കെ നമ്മൾ ഇവിടെ വരുന്ന ദിവസങ്ങളിൽ കാണേണ്ടി വരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.